വയനാട്ടിലെ ഇരുളം ഓർക്കടവിൽ കാട്ടാന വീടിന് മുകളിലേക്ക് തെങ്ങ് മറിച്ചിട്ടു. തലനാരിഴയ്ക്കാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത്. ചാരുപറമ്പിൽ സുരേന്ദ്രന്റെ വീടിനാണ് നാശനഷ്ടം ഉണ്ടായത്. ആ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. വന്നതിന് ശേഷം ആന പോകുന്നത് 2:30. ഈ 2:30-ക്ക് ശേഷമാണ് ആന പോകുന്നത് തെങ്ങ് മറിച്ചിട്ട്. വീടിൻ്റെ ഒരു ഭാഗം തീർത്ത് പോയിട്ടുണ്ട്. നിരന്തരം ആനശല്യമാണ്. ഇതിൻ്റെ മുന്നേ ഒരു ദിവസം ആനേൻ്റെ മുന്നിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടത്. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ആഴ്ച ആന വന്നിട്ട് എൻ്റെ മോട്ടർ പൈപ്പ് ഇതെല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞു. ഇന്ത്യാസ് കരിയുമുണ്ട് നമുക്കൊപ്പം. ഇന്ത്യാസ് വിവരങ്ങൾ. രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട് ഇരുളം ഓർക്കടവ് എന്ന് പറയുന്നത് സ്ഥിരം ഈ കാട്ടാന ശല്യം ഉള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇന്നലെ പുലർച്ചെ 2 മണിയോടുകൂടി കാട്ടാന എത്തി ആദ്യം കൃഷിയിടവും ഈ ചാരുപറമ്പിൽ സുരേന്ദ്രന്റെ വീടും നശിപ്പിച്ചത് എന്നുള്ളതാണ്. തലനാരിഴയ്ക്ക് തന്നെയാണ് അവർ രക്ഷപ്പെട്ടത്. സമയത്ത് സുരേന്ദ്രന്റെ മകൻ ശ്യാമും അവരുടെ ഭാര്യ സൗമ്യയും മകൾ ഋതുപർണികയും ഒക്കെ ആ വീട്ടിലുണ്ടായിരുന്നു. അവരൊക്കെ കിടന്നുറങ്ങിയ ആ വീടിന്റെ റൂമിന്റെ തൊട്ട് മുകളിലുള്ള മേൽക്കൂര, ആ മേൽക്കൂരയാണ് തെങ്ങ് മറിച്ചിട്ടതിനെ തുടർന്ന് പൂർണ്ണമായും തകർന്നത്. ആ സമയത്ത് അവർക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രം വലിയ അപകടമൊന്നും സംഭവിച്ചില്ല എന്ന് വേണം പറയാൻ. എന്നാൽ നേരത്തെ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഈ കാട്ടാന ശല്യം, വന്യമൃഗ ശല്യം ഒക്കെ ഉള്ള ഏരിയയാണ്. ഒരുപാട് കൃഷികളുമൊക്കെ ആ സമയത്ത് അവിടെ നശിപ്പിച്ചിട്ടുമുണ്ട്. നേരത്തെ അവിടെയുള്ള പഞ്ചായത്തിനെയൊക്കെ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടും കൃത്യമായ നടപടി ഉണ്ടായിട്ടില്ല എന്നൊരു ആക്ഷേപവും ഈ സ്ഥലത്ത് നിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും തലനാരിഴയ്ക്ക് മാത്രമാണ് രക്ഷപ്പെട്ടത് എന്ന് പറയാം. രതീഷ്, വീടിന് മുകളിലേക്ക് ആന തെങ്ങ് മറിച്ചിടുകയാണ്. സാധാരണ ആന ഇറങ്ങുന്ന സ്ഥലമാണ് എന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്.